എന്റെ ചങ്ക, നീ കണ്ടില്ല ഞാൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്? പൊളിച്ചെടുത്തല്ലോ. എന്തായി ഉണ്ടാക്കിയിരിക്കുന്ന? എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൈ തന്നെ വെച്ചാ മതി. ഞങ്ങളോടൊന്നും പറയണ്ട. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പ്രശ്നത്തിലെ കലാശിച്ചിട്ടുള്ളൂ. പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, എന്റെ രോഗികളാണെങ്കിൽ സത്യം ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ എവിടെ നോക്കിയാലും അത് കാണും. പറഞ്ഞു വന്നത് മോട്ടൂന് സമോസ ഇഷ്ടാണല്ലോ. എവിടെ നോക്കിയാലും സമോസ കാണോ? പൊളിച്ചേ, എവിടെ നോക്കിയാലും സമൂസ കാണാന്ന് വെച്ചാൽ വളരെ രസമല്ലേ? എന്നാ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, പറയുന്നത് മുഴുവനും കേൾക്ക്. ഇതൊരു സ്പൂണേ കുടിക്കാൻ പാടുള്ളൂ. നീ മുഴുവനും കുടിച്ചു തീർത്തില്ലേ? ഇനി അറിയില്ല ഇതിന്റെ ഫലം എങ്ങനെയായിരിക്കും, എത്ര നേരം ഉണ്ടാകുമെന്ന്. സമൂസ, ഇത്രയും വലിയ സമൂസ. പൊളിച്ചേ, ഓയ് ഓയ്, എന്റെ അത്തിമാർ അമ്മച്ചി, ഇവൻ എന്തായി സംഭവിച്ചത്? വിടാ എന്നെ, വിടാ എന്നെ, വിടാ. നിങ്ങളല്ലേ മരുന്ന് കൊടുത്ത്, അപ്പൊ നിങ്ങളെയാണ് സമൂസയായി തോന്നുന്നത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. വരൂ എന്റെ സമൂസ, വരൂ. നീ ഇത് എവിടെ പോവാ? ഞാൻ നിന്നെ വളരെ സ്നേഹത്തോടെ കഴിച്ചോളാം. ഇവൻ എന്നെ തിന്നിട്ട് അടങ്ങുള്ളതാ തോന്നുന്നത്. ആരെങ്കിലും ഇവന്റെ ദേഹത്തൊന്ന് വെള്ളമൊഴിക്ക, വെള്ളമൊഴിക്ക. വെള്ളം ദേഹത്ത് വീഴുമ്പോ മരുന്നിന്റെ എഫക്റ്റ് എല്ലാം പോകും. ചെല്ലാം. വെള്ളം എവിടെയാ? ഗസീറ്റാറാം, വെള്ളം എടുത്തോണ്ട് വാ. ഈ സമൂസകൾ മുഴുവൻ എനിക്ക് വേണ്ടി വരുവാണോ? രാവിലെ സമൂസ, വൈകിട്ട് സമൂസ. മോട്ടോ, നിന്റെ പേര് സമൂസ തന്നെ. പൊളിച്ചേ. ഒന്ന് നിക്കന്റെ മോട്ടോ, അത് സമൂസയല്ല, ട്രെയിനാണ്. സമൂസയുടെ ട്രെയിൻ വളരെ നന്നായിട്ടുണ്ടാവും. ഞാൻ കഴിക്കും, കഴിച്ചുകൊണ്ടേയിരിക്കും. പൊളിച്ചേ. നിക്കൂ, നിക്കെന്റെ സമൂസേ. മോട്ടോ, ട്രെയിനിനെ വിടാൻ നിനക്കത് കഴിക്കാൻ പറ്റില്ല. അത് സമൂസയല്ല, ട്രെയിനാണ്. സഹോദര, ടിക്കറ്റ് എടുക്ക്. സമൂസ കഴിക്കാൻ ടിക്കറ്റ് എടുക്കണോ? വെള്ളം, കുറച്ച് വെള്ളം കൊണ്ടുപോവാ ടി സി സാറേ. നിനക്ക് വെള്ളം കുടിക്കാനാണോ നീ വീട്ടിൽ പോയി കുടിക്കുക? ഇങ്ങനെ വന്നാണോ നീ വെള്ളം കുടിക്കുന്നത്? എന്റെ സമൂസ എവിടെ പോയി? എന്റെ മോട്ടോ, നീ എപ്പ നോക്കിയാലും ഈ സമൂസയുടെ കാര്യം പറഞ്ഞ് എന്നെ കുഴപ്പത്തിലാക്കരുത്. 3 സമൂസകളാണല്ലോ വരുന്നത്. എന്റെ ദൈവമേ, ഇവൻ ഇനി ആ കഴുകനെ തിന്നാൻ പോവാണോ? മോട്ടോ, അവിടെ നിക്ക്. അത് സമൂസയല്ല, കഴുകനാണ്. നിനക്കതിന് തിന്നാൻ കഴിയില്ല, അത് നിന്നെ തിന്നും. ഇതെന്ത് സമൂസയാണ്? കടിക്കുന്ന സമൂസ. എന്താ ഇത്? വേണ്ട, മനുഷ്യനാണ് സമൂസയെ കഴിക്കേണ്ടത്, അല്ലാതെ സമൂസ മനുഷ്യനെ കഴിക്കൂല. വേണ്ട വേണ്ട, ഞാനൊന്നും ചെയ്തില്ല. ഞാനൊരു വഴിപോക്കനാണ്. രക്ഷിക്കണേ. മോട്ടോ, നീ മര്യാദയ്ക്ക് മിണ്ടാതെ എന്റെ കൂടെ വന്നോ? എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ നിന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് കുറച്ച് വെള്ളം തരാന്ന്. നിനക്ക് നല്ല ദാഹം കാണും. എനിക്ക് ദാഹിക്കുന്നില്ല, വിശക്കുന്നുണ്ട്. ഒരു സമൂസ പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ കുഞ്ഞു സമൂസ കഴിക്കുമ്പോഴത്തേക്കും എന്റെ വിശപ്പ് മാറും. ഈ ബോട്ടു എന്റെ പുറകെ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? അവന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് എനിക്ക് കൊണ്ട് പിടികിട്ടുന്നില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണേ.
ഇവര് വട്ടാണെന്നാ തോന്നുന്നത്. ഇവരാരെങ്കിലും പെട്ടെന്ന് മരുന്ന് കൊടുക്ക, അല്ലെങ്കിൽ ഇവരെന്നെ തിന്നു കളയൂ. ഇവനെ ഒന്ന് പിടിച്ചു മാറ്റ്. കവിത പറയാൻ നിൽക്കാതെ വേഗം പോയി എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവാ. മോട്ടവന് ഭയങ്കര വിശപ്പും പത്തിലൂരാണെങ്കിൽ ദാഹവും. ഇവന്മാര് രണ്ടുപേരുടെ ഇടയിൽ എന്റെ ജീവിതം പാണ്ടിലോറി കയറിയ തവള പോലെ. ഓ, എന്റെ സമൂസ എന്നെ ഇട്ടു പോയി. സമൂസ മോട്ടോ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ ക്ഷമിക്കായിരുന്നു, ഇനി എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. മിണ്ടാതെ നീ എന്റെ കൂടെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് വന്നോ, അല്ലെങ്കിൽ മോട്ടോ. അവിടെ നിക്ക്, നീ താഴത്തേക്ക് വീഴും. അവിടെ നിക്ക്. മോട്ടു, വേഗം തിരിച്ചു വാ. മോട്ടു, എന്റെ പത്തിലു, നീ എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? നിന്റെ നിലവിളി കേട്ടാ ഞാൻ വലിയ അപകടത്തിലാണെന്ന് തോന്നുമല്ലോ. നിനക്ക് സ്വബോധം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നീ ഇപ്പൊ താഴേക്ക് നോക്കരുത്. നീ ഇപ്പൊ നടന്നതുപോലെ തന്നെ കണ്ണു അടച്ച് മുന്നോട്ട് തന്നെ നടന്നോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ എന്ത് വന്നാലും പേടിക്കില്ല. മമ്മി, ഡാഡി, പത്തിലു, രക്ഷിക്കൂ. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയത്? ഞാനിതാ വരുന്നു. നീ പൈപ്പിൽ നിന്ന് കൈ വിടരുത്. എന്റെ ദൈവമേ, 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 ദൈവമേ. കാത്തുകൊള്ളേ, 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 കാത്തുകൊള്ളേ. മോട്ടു, ഈ കയ്യിൽ പിടിക്കേ, കയ്യിൽ പിടിക്കേ. ആരെങ്കിലും സഹായിക്കണേ, 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 സഹായിക്കണേ. ചോടെ എന്തായി കാണിക്കുന്നേ? ഹലോ, പ്ലീസ് പൈപ്പ് മുറിക്കരുത്, ഞങ്ങള് താഴെ വീഴും. ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു രസമൊക്കെ വന്നത്. മോട്ടു എന്റെ മുന്നിൽ യാചിക്കുന്നു. ജോൺ, പ്ലീസ് ഹെൽപ്പ്, 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 പത്തിലു, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെയാ പൈപ്പിന്റെ മുകളിലെത്തിയത്? എനിക്ക് ഈ കാര്യവും മനസ്സിലാവുന്നില്ല. എന്തിനാ നമ്മളെ കണ്ടിട്ട് ഇവരൊക്കെ പേടിച്ച് ഓടുന്നത്? അത് വളരെ വലിയൊരു കഥയാണ്. ഇപ്പൊ വീട്ടിലേക്ക് വാ, ഞാൻ പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുറ്റവാളികളെ. ഇവിടെ കുറ്റവാളികളൊന്നും ഇല്ല ചിങ്കം സാറേ. ഓ സോറി, ഒരു പോലീസുകാരൻ കുറ്റവാളികളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഫുർഫുറെ നഗരത്തിന് വേണ്ടി മോട്ടുവും പത്ലുവും മരങ്ങൾ നടാനുള്ള പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രത്തോളം മരം നടുന്നുവോ അത്രത്തോളം നമുക്ക് മഴ ലഭിക്കും. എത്രത്തോളം മഴ പെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് നല്ല വെള്ളവും കിട്ടും. പക്ഷെ ചിങ്കം സാറേ, ഈ മരം വലുതാവാൻ കുറെ സമയം എടുക്കൂലേ? വേറെ വല്ലതും പറയൂ. അതായത് ഇന്ന് മരം വെച്ചിട്ട് നാളെ അതിനെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്നത് പോലെ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. ഈ മരുന്ന് മരത്തിൽ ഒരു 2 തുള്ളി വീതം ഒഴിക്കണം. പിന്നെ മരം അങ്ങ് നോക്കി നിൽക്കുമ്പോ വലുതാവും. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇത് എന്തൊരു വണ്ടത്തമായി കാണിച്ചതോ? 2 തുള്ളി എന്നല്ല പറഞ്ഞ്. 2 തുള്ളി കൊണ്ട് എന്താവാനാ? അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ബോട്ടിൽ ഒഴിച്ചത്. എന്നാലല്ലേ അതിന്റെ ഫലം പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ. ഈ മരം എവിടുന്ന് വന്നതാ?
ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതാണ് നമ്മൾ ഇന്നലെ കുഴിച്ചിട്ട മരം. ഡോക്ടർ ജഡ്കയുടെ മരുന്ന് ഒഴിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും വലുതായത്. ഒളിച്ചേ. അത് കണ്ടില്ലേ എത്ര വലിയ മാമ്പഴങ്ങളാണെന്ന്. പൊളിച്ചെടുത്തല്ലോ. ഈ മരം ഇത്ര വേഗം വലുതായോ? ചട്ക, നിങ്ങളുടെ മരുന്ന് ശരിക്കും അടിപൊളി തന്നെ. വരൂ, ആ മാങ്ങ പറിക്കാം. എത്ര നല്ല മാങ്ങകളാ ഉണ്ടായിരിക്കുന്നത്. അനങ്ങിപ്പോവരുത്, ഇത് എന്റെ മരമാണ്. മാമ്പഴം ഞാൻ പറിക്കും. എന്താ ഇത്? എന്നെ വിടൂ. ചെക്കാ, എന്നെ വല്യേട്ടാ, രക്ഷിക്കണേ. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഒരു മരത്തിനെയും പേടിക്കരുത്. നമ്മൾ തീയെയും മഴയെയും കൊടുങ്കാറ്റിനെയും കടലിനെയും പർവ്വതത്തിനെയും കീഴ്പ്പെടുത്തിയവരാണ്. പിന്നെയാണ് ഈ മരം. അതേ മോട്ടു, നീ പറഞ്ഞത് ശരിയാണ്. പോ, വേഗം പോയി മാങ്ങ പറിച്ചോണ്ട് വാ. പത്തലോ, ഇപ്പോഴല്ലേ ഞാൻ ഇടിമേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. വീണ്ടും നീ എന്നെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുവാ. മോട്ടു, മഴയെയും കൊടുങ്കാറ്റിനെയൊക്കെ തോൽപ്പിച്ച കഥ നീ ഇപ്പൊ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ മരത്തേലോട്ട് ഒരുമിച്ച് കല്ലുകൾ എറിയാം. അപ്പൊ മാമ്പഴങ്ങളൊക്കെ താഴെ വീഴുകയും ചെയ്യും, നമുക്കത് ഒരുമിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം. ശരി ശരി, നമുക്ക് പോകാം. ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടില്ലേ? ഓർമ്മയിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരുമയാണ് ബലം. ഒരുമ എന്ന് വെച്ചാൽ യൂണിറ്റി. ആരോ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റി സ്ട്രെങ്ത് എന്ന്. വാ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പിടിച്ച് വലിച്ച് കല്ല് വിട്ടേക്കാം. ഇനി എനിക്കൊന്ന് കാണണം, ഈ മരം മാമ്പഴങ്ങൾ എങ്ങനെയാ രക്ഷിക്കുന്നത്. വിട്ടോളൂ. വരൂ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെന്ന് മാമ്പഴം എടുത്ത് ഓടിക്കളയാം. ഈ മരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. പൊളിച്ചെടുത്തല്ലോ. സോറി മരം സാറേ, തെറ്റ് സംഭവിച്ചു പോയി. എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. മരം ചേട്ടാ, ഞങ്ങളെ ഒന്ന് വിട്ടേക്ക്. മോട്ടു കാരണം ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ ഉപദ്രവിക്കുന്നേ? സോറി. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്നെ വെറുതെ വിട്ടേക്ക്. സോറി. ഇതെല്ലാം മോട്ടുവിന്റെ ഐഡിയ ആയിരുന്നു. മരങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വല്ല നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ മരത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ഇട്ടേനെ. എനിക്കൊരൊറ്റ മാങ്ങ കിട്ടിയാ മതി. പിന്നെ അത് വെച്ച് ഞാൻ റിസർച്ച് ഒക്കെ ചെയ്ത് ഒരു മരുന്നുണ്ടാക്കി ഇതിനെ അപ്രത്യക്ഷമാക്കി കാണിച്ചു തരാവ്. പക്ഷെ എനിക്ക് ഒരു മാങ്ങയെങ്കിലും കിട്ടണം. ഒരു മാങ്ങ ഒപ്പിക്കുന്നത് മോട്ടിന് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇല്ല, എനിക്കിപ്പോ കിട്ടേണ്ടതൊക്കെ ശരിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ പോവില്ല. ഇതിനൊക്കെ നീ തന്നെയാ കാരണം. അപ്പൊ നീ തന്നെ പോയാ മതി. നീയല്ല ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര ധൈര്യശാലി. ഓർമ്മയുണ്ടോ മോട്ടു, നമ്മൾ ആർമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നീ ഒറ്റയ്ക്ക് പോയി ശത്രുക്കളുടെ താവളം കീഴടക്കി അവിടെ കൊടി കുത്തിയില്ലേ? ഒന്ന് നിക്ക്, ഞാനിപ്പോ മാമ്പഴം എടുക്കുമല്ലേ. നിന്നോട് നിക്കാനല്ലേ പറഞ്ഞത്, എന്തായി കാണിക്കുന്നത്? മോട്ടു രക്ഷിക്കേ. എന്താ ഇത്? എന്റെ കൂട്ടുകാരനെ വിടാനാ പറഞ്ഞത്. ഇപ്പം തന്നെ ഒരു മാമ്പഴത്തിന് വേണ്ടിയാണ് ഇത്രയും നാടകം.
ഈ മാമ്പഴത്തിന് വേണ്ടിയാണോ നീ കിടന്ന് പഠിക്കുന്നത്? ഇത് ഏത് ഇനമാന്ന് പോലും അറിയില്ല. ഇത് മൂവാണ്ടനാണോ കിളിച്ചുണ്ടനാണോ നീലപ്പറങ്കിയാണോ ഒന്നും അറിയില്ല. എന്നിട്ടാണോ ഇത്രയും ഷോ? എന്നാ പിടിച്ചോ, എനിക്ക് വേണ്ടി നിന്റെ മാമ്പഴം. എന്റെ കൂട്ടുകാരന് വിട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്റെ മാമ്പഴം? നീ തന്നെ ഞണ്ണ്. മോട്ടു നീ എന്തായി ചെയ്യുന്നേ? മാങ്ങ കിട്ടുകയാണെങ്കിൽ അതിങ്ങോട്ട് മേടിച്ചോ. എനിക്ക് വേണ്ട ഇവന്റെ മാമ്പഴം. ഇവൻ ഇനമില്ലാത്തവനാണ്. ഇവൻ അറിയില്ല ഇവന്റെ ഇനം എന്താണെന്ന്. ഓടിക്കോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ, എന്റെ നടു ഒടിഞ്ഞേ. മാങ്ങ ആർക്കേലും കിട്ടിയോ? കിട്ടിയതാ, പക്ഷെ എന്റെ കൂടെ അത് വന്നില്ല. എനിക്ക് കിട്ടിയ ഒരു മാങ്ങ. കൊള്ളാം, അവസാനം എനിക്ക് തന്നെ ഈ മാമ്പഴം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ മാങ്ങ ഡോക്ടർ ജഡ്കയ്ക്ക് റിസർച്ച് ചെയ്യാനുള്ളതാണ്, നിനക്ക് തിന്നാനുള്ളതല്ല. ഓ സോറി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ മാങ്ങയുടെ തൊലി ആയാലും മതി, അത് വെച്ച് ഞാൻ ചെയ്തോളാം. മോട്ടോ, ഈ മരുന്നൊഴിക്കുന്നത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഒഴിക്കണം. എന്തെങ്കിലും ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും പറ. ഐഡിയ. നീ സമൂസ കഴിച്ച് മുമ്പിൽ നിന്ന് ആക്രമിക്ക്. ഞാൻ സമൂസ കഴിക്കാതെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. ഇല്ല. ഐഡിയ. ഓ, എനിക്ക് തോന്നുന്നു ആ മരവും സമൂസ കഴിച്ചിട്ടുണ്ടെന്നാ. ഇതിനെ ഇനി പുറത്തെ കാറ്റടിപ്പിക്കാൻ പാടില്ല. എന്നും ഇതിനകത്ത് തന്നെ വെച്ചിരിക്കണം. മനസ്സിലായോ? പൊളിച്ചെടുത്തല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതങ്ങ് കഴിഞ്ഞു കിട്ടി. ഈ ബോട്ടിൽ എനിക്ക് തരൂ. കുറച്ച് ദിവസം ഞാൻ ഇതിനെ ജയിലിനകത്തിട്ട് പൂട്ടി വെക്കട്ടെ, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞങ്ങൾ മനുഷ്യർക്കൊരു ചൊല്ലുണ്ട്, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം. പിന്നെ ഒരു ചൊല്ലുണ്ട്, പറയട്ടെ, കാക്ക കുളിച്ചാലേ ഒരിക്കലും കൊക്കാവില്ല. ഇപ്പൊ എന്തായി? നീ ജീവിതകാലം മുഴുവൻ ഇതിനകത്തായില്ലേ മരഭൂതമേ. ശരി എന്നാ, ഒരു മാമ്പഴമെങ്കിലും തിന്നട്ടെ, ചെറുതായാലും സാരമില്ല. ഓ, നീ എന്താ കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ കാറ്റ് കൊള്ളിക്കരുതെന്ന്. ഓടിക്കോ.